ശബരിമല തീർത്ഥാടക പമ്പയിൽ വൈദ്യുതാഘാതമേറ്റു മരിച്ച സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. തീർത്ഥാടകർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല എന്നാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. ദേവസ്വം ബോർഡ് സ്ഥാപിച്ച കിയോസ്ക് പൈപ്പിൽ നിന്നും വൈദ്യുതാഘാതമേറ്റാണ് തെലങ്കാന സ്വദേശിയായ ഭരതമ്മ എന്ന മാളികപ്പുറം മരിച്ചത്. ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി ഇന്ന് പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കും. നിങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയിൽ തന്നെ ഒരു മാളികപ്പുറം മരിക്കാൻ ഇടയായ സംഭവം ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. വിനോദ, ദേവസ്വം ബോർഡ് ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടി ജില്ലാ ഇലക്ട്രിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധനയിലെ കണ്ടെത്തൽ ഈ കിയോസ്കി പൈപ്പിന് സമീപത്തുള്ള വൈദ്യുതി പോസ്റ്റിൽ നിന്നും വൈദ്യുതി പ്രവഹിച്ചു എന്നുള്ളതാണ്. ഈ വൈദ്യുതി പോസ്റ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമ്പി ഈ കിയോസ്കി പൈപ്പുമായി ബന്ധിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും വൈദ്യുതി കിയോസ്കി പൈപ്പിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിലെ പരിശോധനയിലെ കണ്ടെത്തൽ. കിയോസ്കി പൈപ്പ് ഉറപ്പിക്കുന്നതിന് പകരം ഒരു കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഈ വൈദ്യുതി പോസ്റ്റുമായി ബന്ധിപ്പിച്ചു വെച്ചതാണ് കിയോസ്കി പൈപ്പിലേക്ക് വൈദ്യുതി പ്രഹരിക്കുന്നതിന് കാരണമായത് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വൈദ്യുതി പോസ്റ്റിലേക്കുള്ള ലൈറ്റിന് വേണ്ടി ബന്ധിപ്പിച്ചിരിക്കുന്ന കണക്ഷനിലെ വയർ ഉരുകി വൈദ്യുതി പ്രവാഹം ഉണ്ടാവുകയും അങ്ങനെ വൈദ്യുതി പോസ്റ്റിലേക്ക് പ്രഹരിക്കുകയും ഈ പോസ്റ്റ് കിയോസ്കി പൈപ്പുമായി ഉറപ്പിച്ചു വെച്ചിരുന്ന ആ കമ്പിയിലൂടെ കിയോസ്കി പൈപ്പിലേക്ക് എത്തുകയും ഈ മാളികപ്പുറത്തിന് ഷോക്ക് ഏൽക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ KSEBയുടെയും ദേവസ്വം ബോർഡ് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ ഇവിടെ പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. തെലങ്കാന സ്വദേശിയായ 64 വയസ്സുള്ള ഭാരതാമ്മ വെള്ളമെടുക്കുന്നതിന് വേണ്ടി കിയോസ്കി പൈപ്പിൽ തൊട്ടപ്പോൾ തന്നെ വലിയ രീതിയിൽ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. മഴ ഉള്ള സമയമായതുകൊണ്ട് തന്നെ വൈദ്യുതി പ്രഹരിക്കുന്നതിന്റെ ശക്തി വളരെ വലുതായി ആഘാതം വളരെ ശക്തമായി ഉണ്ടാവുകയും ഒട്ടടുത്ത നിമിഷം തന്നെ പമ്പ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാകാത്ത വിധം വൈദ്യുതാഘാതം ഏൽക്കുകയുമായിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ വൈദ്യുതി വിഭാഗവും ഒപ്പം ജല അതോറിറ്റിയും വാട്ടർ അതോറിറ്റിയും തമ്മിൽ പരസ്പരം ഉദ്യോഗസ്ഥർ പഴിചാരിക്കൊണ്ട് തടിതപ്പുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ കിയോസ്കി പൈപ്പ് കൃത്യമായി ഉറപ്പിച്ചു വെക്കാതെ ഒരു കമ്പി ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായി ഈ വൈദ്യുതി പോസ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചു നിർത്തിയതാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാൻ കാരണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗവും KSEBയും വാട്ടർ അതോറിറ്റിക്കെതിരെ ആരോപിക്കുന്നത്. അപ്പോൾ തിരിച്ചു വാട്ടർ അതോറിറ്റി ഇത് വൈദ്യുതി വിഭാഗത്തിന്റെ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുന്നതിനുള്ള തടിതപ്പുന്നതിനുള്ള മാർഗങ്ങളും കണ്ടെത്തുകയും ചെയ്യുന്നു. സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഹിന്ദു ഐക്യവേദി പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പത്തനംതിട്ട ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഭക്തർക്ക് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ഒരുക്കാതെ അനാസ്ഥകൾ തുടരുന്ന ദേവസ്വം ബോർഡിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്തുണ്ട്. ഒപ്പം തന്നെ ശബരിമല അയ്യപ്പ സേവാ സമാജവും ഭക്തർക്ക് സുരക്ഷിത തീർത്ഥാടനം ഉറപ്പാക്കണം എന്നുള്ള ആവശ്യവുമായി രംഗത്തുണ്ട്. ഇനി ഭാവിയിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം പറയുന്നു. ഒപ്പം ഈ മരണപ്പെട്ടിരിക്കുന്ന ഭാരതാമ്മയുടെ കുടുംബത്തിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും ഹൈന്ദവ സംഘടനകൾ ശബരിമല അയ്യപ്പ സേവാ സമാജവും ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെടുന്നു. സുരക്ഷിതത്വമായിട്ടുള്ള തീർത്ഥാടനം, അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ 140ഓളം ലൈറ്റുകളാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഉള്ളത്. ഇതിന്റെ മേൽനോട്ട ചുമതല KSEBയ്ക്കും വൈദ്യുതി നൽകുന്നത് KSEB ആണെങ്കിലും അതിന്റെ അറ്റകുറ്റപ്പണികളും മറ്റും നടത്തുന്നത് ദേവസ്വം ബോർഡ് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗമാണ്. ഈ ഇലക്ട്രിക്കൽ പൊതുമരാമത്ത് വിഭാഗത്തെ കൊണ്ടും KSEBയെ കൊണ്ടും ഓരോ ഘട്ടത്തിലും മാസപൂജാ സമയത്തുമെല്ലാം കൃത്യമായി ക്രമീകരണങ്ങൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ള ഉത്തരവാദിത്ത രഹിതമായിട്ടുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സുരക്ഷിതത്വം ഭക്തർക്ക് ഉറപ്പാക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ വിമർശനാത്മകമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഭാവിയിൽ
ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. ഒപ്പം തന്നെ മരണപ്പെട്ട ഭാരതാമ്മയുടെ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകുകയും വേണം. ഈ കാര്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ഉയർത്തി കാണിക്കുന്നു. ഒപ്പം പ്രതിഷേധവും ശക്തമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രക്ഷോഭത്തിനാണ് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത്. വിനോദ്. അതെ, തീർച്ചയായും ശബരിമലയിലാണ് ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയിൽ മാളികപ്പുറം വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത്. ദേവസ്വം ബോർഡിന് ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ദേവസ്വം ബോർഡ് സ്ഥാപിച്ച കിയോസ്ക് പൈപ്പിൽ നിന്നും വൈദ്യുതാഘാതമേറ്റാണ് തെലങ്കാന സ്വദേശിയായ ഭരതമ്മ എന്ന മാളികപ്പുറം മരിക്കാൻ ഇടയായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി.